ഇതിന് മൂന്നാമത്തെ തായ്ലൻഡ് ട്രിപ്പാടോ. ശരിക്കും നമ്മുടെ ലൈഫ് ഒരു 10-15 വർഷത്തിൽ എന്തോരാ മാറണേ അല്ലേ. ഞാൻ വളരെ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചൊരു കുട്ടിയാട്ടോ. മിഡിൽ ക്ലാസ് എന്ന് പോലും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ഫാമിലിയിൽ ജനിച്ചതാ. അപ്പം അന്നൊക്കെ ഈ ആകാശത്തോടെ ഫ്ലൈറ്റൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. എൻ്റെ ഡാഡി ആ സമയത്ത് സൗദിയിൽ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. എന്നാലും ഡാഡി ഫ്ലൈറ്റിലൊക്കെ കയറി പോവല്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് യാത്രകളോട് അന്നും ഭയങ്കര ഇഷ്ടം, അന്നും ഇന്നും എന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. പക്ഷെ കയ്യിൽ കാശില്ല, അതിനുള്ളൊരു ഹോപ്പ് പോലും എനിക്കില്ല. ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വെക്കേഷനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര കുശുമ്പാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ലൈഫ് മാറൂടോ, നമ്മളൊരിക്കലും വിചാരിക്കാത്ത പോലെ തന്നെ ലൈഫ് മാറുന്നേ. പണ്ട് ജീൻസ് സിനിമയിൽ ഐശ്വര്യായി വേൾഡ് വണ്ടേഴ്സിലൊക്കെ പോയിട്ട് ആ പാട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു, സിനിമ നടിയായി കഴിഞ്ഞാൽ യാത്രകൾ ഫ്രീ ആയിട്ട് ചെയ്യാമല്ലോ എന്നൊക്കെ. പക്ഷെ എൻ്റെ ലൈഫ് ഒരു ശരിക്കും ഒരു റോളർ കോസ്റ്റർ തന്നെയാണ് കേട്ടോ. 7ാം വയസ്സിലൊരു ബസ് ആക്സിഡൻറ്റ് പറ്റി മെരിച്ചെന്ന് പറഞ്ഞ കുട്ടി മിറാക്കിൾ ബേബി ആയിട്ട് ജനിച്ചു. ഒരു 1.5 വർഷം ആശുപത്രിയിലൊക്കെ കിടന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു 10ഉം +2 ഒക്കെ കഴിഞ്ഞ് ആർക്കോ വേണ്ടി മമ്മിയുടെ നിർബന്ധത്തിൽ എഞ്ചിനീയറിങ്ങും പഠിച്ച്. അതിൻ്റെ ഇടയ്ക്കായിരുന്നു പള്ളിയിലൊരു ചെക്കനായിട്ട് റിലേഷൻഷിപ്പായി. അവൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ നൈസായിട്ട് തേച്ചിട്ട് പോയി. പിന്നെ ആദ്യമായിട്ട് 11,000 രൂപയ്ക്ക് കൊച്ചിയിൽ ഞാനൊരു കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യാൻ പോകണതും. പിന്നെ അവിടുന്ന് തൃശ്ശൂരുകാരിയായ ഞാൻ ട്രിവാൻഡ്രത്തോട്ട് പോയി. അവിടുത്തെ പൊളിറ്റിക്സും കുത്തും കോമയൊക്കെ സഹിച്ച് പിന്നെ തിരിച്ച് കൊച്ചിയിൽ വന്ന് പിന്നെ ലൈഫ് കൊച്ചിയിലായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം വന്ന് ഞാൻ സംസാരിക്കുന്നവരെല്ലാവരും എൻ്റെ അവഹിതങ്ങളാക്കി. ലൈഫിലൊരു ഹോപ്പില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ അതൊക്കെ. ഇതൊക്കെ കഴിഞ്ഞ ഒരു 4-5 വർഷം മുന്നാട്ടോ എൻ്റെ ലൈഫ് മാറിയത്. അതിങ്ങനെ കണ്ടപ്പോഴായിരുന്നു എന്തോ എവിടേക്ക് വെച്ച് നമ്മുടെയൊക്കെ ലൈഫ് മാറുന്നേ. അപ്പോൾ ടെൻഷൻ അടിക്കണ്ട, എനിക്ക് വരുന്ന വെച്ച് നിങ്ങൾക്കും പറ്റുന്നേ. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ചിയേഴ്സ്.